ഇത് പ്രകാശത്തിന്റെ നാലാമത്തെ ഭാഗമാണ്. ഇവിടെ നമ്മൾക്ക് ലംബം, പതനകോൺ, പ്രതിപതനകോൺ എന്നിവ നോക്കാം. പതനകിരണവും പ്രതിപതന കിരണവും പഠിച്ചില്ലേ? ഇനി ലംബം നോക്കാം. ഈ പടം തന്നെ നോക്കിയോ. ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നില്ലേ? ഇതിനെ ലംബം എന്ന് പറയും. നേരേഖ കണ്ടില്ലേ? ലംബം. ഇനി നോക്കാം. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്ന് പറയും. കോൺ കണ്ടില്ലേ? ലംബത്തിനും പതനകിരണത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്ന് പറയും. എങ്കിൽ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ എന്ത് പറയും? വേറെന്ത് പറയാൻ? പ്രതിപതനകോൺ. അപ്പോൾ അതുകൂടി ലംബം പഠിച്ചു. ദർപ്പണത്തിന്റെ പ്രതലം ലംബമായി പതിക്കുന്ന ആ ബിന്ദുവിനെ ഒരു രേഖ വരച്ചിരിക്കുന്നു, അതിനെ ലംബം എന്ന് പറയുന്നു. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ പ്രതിപതനകോൺ എന്നും പറയുന്നു.